സാർ ഓരോ ദിവസവും പുതിയ പുതിയ വാർത്തകൾ സംഭവങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ പഴയതിനെ പലപ്പോഴും മറക്കും. ഇപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ CJ റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ, വലിയ വിവാദങ്ങളൊക്കെ ഉയർന്നു വന്നു. പിന്നീട് മാധ്യമങ്ങൾ അതെല്ലാം മറന്നതുപോലെയായി. ഇപ്പോൾ CJ റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട് SIT നടത്തിയ ചില അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടുകൾ, അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ പുറത്തു വന്നു എന്ന് കേൾക്കുന്നു. ന്യൂസ് 9 എന്ന് പറഞ്ഞ ചാനലും അവരുടെ ഓൺലൈൻ മാധ്യമവും ഇംഗ്ലീഷ് അവർ ചില കാര്യങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ പറയുന്നത് ഈ CJ റോയിയുടെ മരണം അന്വേഷിക്കുന്ന SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കണ്ടെത്തിയിരിക്കുന്നത് 500 കോടി രൂപയുടെ ഒരു ഹവാല ഏർപ്പാട് റോയിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നുവെന്നും അത് കണ്ടെത്തിയിരുന്നു ഇൻകം ടാക്സ് എന്നും ആ കാര്യമൊക്കെ ചോദിച്ചപ്പോൾ അസ്വസ്ഥനായിരുന്നു എന്നും ആണ്. രണ്ടാമത് ഈ ഹലസൂരു സ്റ്റേഷൻ പരിധിയിൽ കോൺകോർഡ് എന്ന് പറഞ്ഞൊരു ഹോട്ടലിലെ ഒരു ഫ്ലോർ മൊത്തത്തിൽ വാടകയ്ക്ക് എടുത്തിട്ടാണ് റോയി താമസിച്ചിരുന്നത്. ആ ഹോട്ടലിലെ റോയിയുടെ മുറിയിൽ ഉപയോഗിക്കാത്ത വെടിയുണ്ടകൾ, നിറയൊഴിക്കാത്തത് വെടിയുണ്ടകൾ ആ മുറിയിൽ നിന്ന് കണ്ടെത്തി എന്നും ഇവരുടെ വാർത്തയിൽ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ആ ഹോട്ടൽ മുറിയിൽ തന്നെ ആത്മഹത്യയെപ്പറ്റി ആലോചിച്ചിരുന്നു റോയി എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. പക്ഷെ അവിടെ വെച്ച് അത് സംഭവിക്കാൻ, അതായത് ചെയ്യാൻ കഴിയുമോ എന്നുള്ള ഒരു ആശങ്ക കൊണ്ടാകാം പിന്നീട് ലാൻഡ്ഫോർഡ് റോഡിലെ ഓഫീസിൽ തന്നെ റോയി ചെയ്തിട്ടുണ്ടാവുക എന്നാണ് SIT കണക്കാക്കുന്നത്. ആ ഹോട്ടലിൽ വെച്ച് അത്ര സുഖകരമായിരിക്കില്ല എന്ന് തോന്നിയിട്ട് തന്നെയായിരിക്കും അദ്ദേഹം, എന്ന് പറഞ്ഞാൽ നേരത്തെ പ്ലാൻ അദ്ദേഹം അത് തീരുമാനിച്ചിരുന്നതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മാനേജർ ഈ ജോസഫിൻ്റെ കൂടെ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരെ കാണാനായിട്ട് പോകുമ്പോൾ അദ്ദേഹം ശാന്തനായി കാണപ്പെട്ടിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ 2:45 ഒരു ഫോൺ കോൾ റോയ്ക്ക് കിട്ടിയെന്നും അതിനെ തുടർന്ന് കണ്ണുകൾ നിറഞ്ഞൊഴുകിയെന്നും അസ്വസ്ഥനായിരുന്നു എന്നുമൊക്കെ ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് റോയി. അപ്പോൾ റോയിയെ അസ്വസ്ഥനാക്കുന്ന ഒരു ഫോൺ കോൾ വന്നിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ദുബായിൽ നിന്നാണല്ലോ ബംഗളൂരുവിലേക്ക് 3 ദിവസം മുൻപേ ഇൻകം ടാക്സിന് മൊഴി കൊടുക്കുന്നതിന് 3 ദിവസം മുമ്പേ വന്നിരുന്നു. ഇപ്പോൾ ഗൾഫിലെ രാജ്യങ്ങളിൽ ഇത്തരം നിയമങ്ങൾ വളരെ കർക്കശമാക്കിയിട്ടുണ്ട്. അവിടെ നിക്ഷേപിക്കുന്ന പണത്തിൻ്റെ സ്രോതസ് വളരെ ക്ലീൻ ആയിരിക്കണം എന്ന് അവിടെ നിർബന്ധമുണ്ട്. അങ്ങനെ അല്ല എങ്കിൽ ഈ ആൾ ഏത് രാജ്യത്തു നിന്നാണോ വരുന്നത് ആ രാജ്യമാണ് അത് കണ്ടെത്തി കൊടുക്കേണ്ടത് എന്നാ നിയമത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അത്തരം ഒരു അന്വേഷണം കൂടി ഈ റോയിയെ സംബന്ധിച്ച് നടന്നിരുന്നോ എന്നുള്ള സംശയവും ഉണ്ട്. പിന്നെ വിഷാദം, ഡിപ്രഷന് ചികിത്സയിലായിരുന്നു, സൈക്യാട്രിസ്റ്റിനെ കണ്ടിരുന്നു എന്നൊക്കെ റിപ്പോർട്ടിൽ ആവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഡയറിയിൽ അവസാനം എഴുതി വച്ചിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, 9 പേജ്. ആ 9 പേജ് ഒരു ആത്മഹത്യാ കുറിപ്പായിട്ട് പോലീസ് കരുതുന്നില്ലെങ്കിലും ആത്മഹത്യയിലേക്കുള്ള സൂചനകൾ ആ 9 പേജ് കുറിപ്പിലുണ്ടല്ലോ. അപ്പോൾ വിദേശത്ത് കച്ചവടത്തിൽ ഒരു പരാജയം, തോൽവി സംഭവിച്ചതായിട്ട് അതിൽ പറയുന്നുണ്ട്. സെറ്റ് ബാക്ക് ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. റോയിക്ക് പണം കൊടുക്കാനുള്ളവരുടെ പേര് അക്കൂട്ടത്തിലുണ്ട് എന്ന് പറയുന്നു. എങ്ങനെയാണ് ഇനി ഈ സ്ഥാപനം നടത്തിക്കൊണ്ട് പോവേണ്ടത് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. ക്ലയൻസിനെ ആരെയും ഇനി നമ്മൾ വഞ്ചിക്കരുത്, നമ്മൾ ഡീലെല്ലാം കൃത്യമായിട്ട് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജനുവരി 31 സഹോദരൻ ബാബുവിനെ വിളിച്ചിരുന്നു റോയി. അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നതായിട്ടാണ് കേൾക്കുന്നത്. അപ്പോൾ ഈ തീരുമാനമൊക്കെ എടുത്ത ശേഷം ആത്മഹത്യ നടപ്പാക്കിയതാണ് എന്ന് വ്യക്തമാണ്. ജനുവരി 30 ഇൻകം ടാക്സിൻ്റെ പരിശോധന
നടക്കുന്നത്. റെയ്ഡൊന്നും പറയാനില്ല, ഉം. ഒരു ഇൻസ്പെക്ഷൻ മാത്രമേ ഉള്ളൂ. കാരണം നേരത്തെ റോയി ഇല്ലാത്ത സമയത്ത് അവിടെ പരിശോധനയ്ക്ക് ഇൻകം ടാക്സ് എത്തിയിരുന്നു. ഉം. രേഖകൾ മുഴുവൻ ആ സമയത്ത് ഒരു അലമാരയിൽ ഇൻകം ടാക്സ് എടുത്ത് പൂട്ടി വെച്ചിരുന്നു. ലോക്കറിൽ വെക്കുക എന്നാണ് പറയുക. ഉം. പിന്നീട് ഈ ഉടമ വന്നിട്ട് ലോക്കർ തുറക്കുക എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. അതാണ് കൊച്ചിയിൽ നിന്ന് പോയ ഇൻകം ടാക്സ് സംഘം ചെയ്തുകൊണ്ടിരുന്നത് അവിടെ. അത് പരിശോധിക്കുക, ഈ സാന്നിധ്യത്തിൽ തന്നെ പരിശോധിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ചെയ്തിരുന്നത്. അതിനു മുമ്പ് ഈ കൊച്ചിയിൽ നിന്നുള്ള ഇൻകം ടാക്സ് യൂണിറ്റിന് അവിടെ പരിധിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു റോയ്. പക്ഷെ ഇൻകം ടാക്സിൽ അങ്ങനെ പോലീസ് സ്റ്റേഷന്റെ ജൂറിസ്ഡിക്ഷൻ പോലെയല്ല. ഇവിടെ നടന്നിട്ടുള്ള ചില കച്ചവട കാര്യങ്ങൾ സംബന്ധിച്ചിട്ടാണ് ഇൻകം ടാക്സ് അവിടെ പരിശോധനയൊക്കെ നടത്തിയിരുന്നത്. അപ്പോൾ ആ കേസ് കൊടുത്തത് തന്നെ മണ്ടത്തരമാണെന്ന് ഈ മാനേജർ ജോസഫ് തന്നെ പറഞ്ഞ് പിൻവലിപ്പിച്ചതാണെന്ന് അദ്ദേഹം തന്നെ പിന്നീട് കേസ് കൊടുത്ത് 48 മണിക്കൂറിനകം കേസ് പിൻവലിക്കുകയാണ് അന്ന് ചെയ്തിരുന്നത്. അപ്പോൾ ഈ 9 പേജ് കുറിപ്പിൽ 2 MLA-മാരുടെ പേരുണ്ട്, ഒരു MP യുടെ പേരുണ്ട് എന്ന് പറയുന്നു. ചില നടിമാരുടെയും മോഡലുകളുടെയൊക്കെ പേര് അതെന്ത് കാര്യത്തിനാന്ന് അറിഞ്ഞുകൂടാ. ദുബായിലെ ബിസിനസ്സുകാരെ പറ്റിയൊക്കെ പരാമർശിക്കുന്നുണ്ട്. ബംഗളൂരുവിലെയും കോലാറിലെയും, കർണാടകയിലെ തന്നെ ഗനിയൊക്കെ ഉള്ള സ്ഥലമല്ലേ കോലാർ, അവിടുത്തെ ചില വ്യവസായ പ്രമുഖരുടെ പേരും പറഞ്ഞിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകളിലുള്ളത്. അപ്പോൾ SIT ഈ റോയുടെ മരണം അന്വേഷിക്കുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നയിക്കുന്നത് പോലീസിന്റെ ജോയിന്റ് കമ്മീഷണർ C. വംശി കൃഷ്ണ ആണ്. വലിയ ടീമാണ്. അതിൽ പിന്നെ ഡെപ്യൂട്ടി കമ്മീഷണർമാർ ലോകേഷ് ജഗലാസർ, അക്ഷയ് ഹക്കെ, അവരും അതിൽ അംഗങ്ങളാണ്. പിന്നെ പ്രധാനപ്പെട്ട പോലീസുകാരും ഒക്കെ അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ 2025 ഡിസംബറിലാണ് ആദ്യമായിട്ട് ഈ റെയ്ഡ് അവിടെ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് 60 ദിവസത്തെ ഒരു ഡെഡ് ലൈൻ കൊടുത്തിരുന്നു കുറ്റപത്രത്തിന്. കുറ്റപത്രം സമർപ്പിക്കേണ്ടിയിരുന്നത് ഫെബ്രുവരി 4-ാം തീയതി ആയിരുന്നു. അതിന് 4 ദിവസം മുമ്പാണല്ലോ ആത്മഹത്യ. അപ്പോൾ റോയി അതിന് 3 ദിവസം മുമ്പാണ് അവിടെ നിന്ന് വന്നിരുന്നത്. അപ്പോൾ ഇത്രയുമാണ് പുതിയ വിവരങ്ങൾ ഇതിലുള്ളത്. ന്യൂസ് 9 പറഞ്ഞതും അല്ലാത്തതും. ഈ CJ റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട് അന്നേ കുറേ ദുരൂഹതകൾ നിലനിന്നിരുന്നു. കാരണം ഇയാളുടെ ഈ ഒരു സംരംഭത്തിന് കുറേ അധികം ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. ഇൻവെസ്റ്റേഴ്സിൽ രാഷ്ട്രീയക്കാരുണ്ട്, സിനിമാക്കാരുണ്ട്, ഉദ്യോഗസ്ഥരുണ്ട്. അപ്പോൾ ഇവരൊന്നും കൊടുത്ത പണം ഒരു പക്ഷേ വൈറ്റ് മണി ആയിരിക്കില്ല, ആ ബ്ലാക്ക് മണി ആയതുകൊണ്ട് തന്നെ ആയിരിക്കില്ല ഇതേക്കുറിച്ച് ആ പൈസ തിരിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടിട്ടൊരു സംഘർഷമോ അല്ലെങ്കിൽ ഒരു പ്രശ്നമോ. ഇപ്പോൾ സാധാരണ ഇതിൽ പണം നിക്ഷേപിക്കുന്നവർ പണം തിരിച്ച് ആവശ്യപ്പെട്ട് വലിയ കലാപമൊക്കെ സംഘടിപ്പിക്കുക അല്ലെ സൃഷ്ടിക്കാം. ഇവിടെ അങ്ങനെയൊന്നും ഇല്ലല്ലോ. എല്ലാം ഒരു ഒളിച്ചു വെക്കുന്ന രീതിയിലാണ്. ഇപ്പം ഈ അന്വേഷണത്തിൻ്റെ ചില വിവരങ്ങൾ ഒരു മാധ്യമത്തിലൂടെ പുറത്തു വന്നതല്ലേ ഉള്ളൂ. അവർ ഔദ്യോഗികമായിട്ട് അത് പറഞ്ഞിട്ടുമില്ല. അപ്പം വീണ്ടും കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ അതിൻ്റെ അകത്ത് വരുമല്ലോ SIT. കാരണം അവരൊരു അന്വേഷണം നടത്തുന്നുണ്ട്. അതിന്റെ ക്ലോഷർ റിപ്പോർട്ടോ എന്തെങ്കിലും ഒന്ന് സമർപ്പിക്കണമല്ലോ കോടതിയിൽ. അതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങൾ പറയും. 116 കോടി രൂപയുടെ ഒരു ഇഷ്യൂ കൊച്ചിയിൽ ഉള്ളത് ആണ് ഇൻകം ടാക്സ് അന്വേഷിച്ചിരുന്നതെന്നാണ് ഇൻകം ടാക്സിൽ നിന്ന് നമുക്കുള്ള വിവരം. അല്ല, അപ്പൊ ദുരൂഹതകൾ അപ്പോഴും അവസാനിക്കുന്നില്ലല്ലോ സാർ. പിന്നെയും ഉണ്ടല്ലോ ഇതിനകത്ത് ഈ CJ റോയുമായി ബന്ധപ്പെട്ട ഹവാലയുടെ കാര്യമാണല്ലോ ഇവർ പറയുന്നത്. 500 കോടി രൂപയുടെ ഹവാലയുടെ. മാത്രമല്ല ഇദ്ദേഹം വേറെ ഒരു വിദേശ രാജ്യം, നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളതല്ലേ, വിദേശ രാജ്യത്തിന്റെ ഒരു കോൺസൽ എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുകയൊക്കെ ചെയ്തിരുന്നല്ലോ. ആ രാജ്യം തന്നെ ഒരു ക്രൈം ഹബ്ബാണ് എന്നും അറിയപ്പെടുന്നുണ്ട്. അഫ്ഗാനിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ആയുധക്കടത്തും മറ്റു കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു രാജ്യത്തിന്റെ, ആ രാജ്യത്തിന് പല കോൺസൽമാരുണ്ട് ഇന്ത്യയിൽ. ഒരു പ്രദേശത്തിന്റെ കാര്യം നോക്കാൻ മാത്രമായിരുന്നു റോയ്. അതിന് പ്രതിഫലമൊന്നുമില്ല. വേറെ 2 പേര് വേറെ നോർത്ത് ഇന്ത്യയിലാണ് വേറെ 2 പേരുള്ളത്. അപ്പോൾ അതും സംശയാസ്പദമായ കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. പല സ്ഥലത്തും എൻട്രി കിട്ടാൻ വേണ്ടി ഒരു കോൺസലായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ ആ ദുരൂഹതകൾ SITയുടെ അന്വേഷണ റിപ്പോർട്ട് വരുമ്പോൾ ആ അന്വേഷകരുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കണം ന്യൂസ് 9
ഇതിപ്പോ പറയുന്നത്. അപ്പൊ കൂടുതൽ കാര്യങ്ങൾ അവരുടെ റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.